ഹലോ മച്ചന്മാരെ, വീണ്ടും നമ്മുടെ മെയ് മാസം രണ്ടാമത്തെ ആഴ്ച കിടക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ആഴ്ചയിൽ റിലീസ് ചെയ്യേണ്ടി പോകുന്ന ചിത്രങ്ങളായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് മെയ് 10 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയുടെ പേരാണ് മാർവിൽ ഗോപുരങ്ങൾ എന്നാണ് മൂവിയുടെ പേര്. ഇത് പലതവണ റിലീസ് ഡേറ്റ് മാറ്റിയതാണ്. 10 ഡേറ്റ് കൺഫേം ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും 9 വരെ കാത്തിരിക്കാം. 10 റിലീസിന് പോകുന്നതിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ 10 റിലീസിന് മൂവിയുടെ പേര് മാർവിൽ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞു. ഇതിൻ്റെ കാശ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ ശ്രുതി രാമചന്ദ്രൻ, അതുപോലെ വിൻസി തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുള്ളത്. ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണെന്നാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പാട്ടുകളും അതുപോലെ നല്ല കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഒരു പക്ഷേ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലി സപ്പോർട്ട് കാണാനുള്ള ചാൻസുള്ള മൂവി തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മെയ് 10 റിലീസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മൂവിയാണ് സ്റ്റാർ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഒരു തമിഴ് ചിത്രമാണ്. കെവിനും ലാലും പ്രധാനമായും ചിത്രത്തിൽ വരുന്ന ഒരു പ്രത്യേക ചിത്രത്തിലുണ്ട്. കെവിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നടനെ കണ്ടു. ഞാൻ നടനിലുള്ള മികച്ചൊരു പ്രകടനം തന്നെ കാണാനുള്ള അവസാനം തന്നെയാണ് സ്റ്റാറിലെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. ട്രെയിലറൊക്കെ നല്ലൊരു സ്വീകാര്യത തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്റ്റാർ മെയ് 10 റിലീസ് ചെയ്യാൻ വേണ്ടി പോകും. തമിഴ്നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു അഭിപ്രായത്തോട് നേടി തന്നെ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാനും നമ്മുടെ സ്റ്റാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മെയ് 10 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു മൂവിയാണ് ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ എന്നാണ് മൂവിയുടെ പേര്. ഒരു പോലീസ് ആക്ഷൻ മൂവിയാണ്. രാഹുൽ മാധവാണ് ഇതിൽ പ്രധാനമായും കാസ്റ്റിംഗ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ട്രെയിലർ കണ്ടപ്പോൾ ഒരു ആക്ഷനും പ്രാധാന്യം നൽകുന്ന മൂവിയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ആക്ഷനും മാസമൊക്കെ കൂടിയിട്ടുള്ള ഒരു മൂവി തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ. അതുപോലെ തന്നെ പെരുവാലി എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിൽ ഉപ്മാനും വിനയ് ഫോർട്ട്, അതുപോലെ തന്നെ സണ്ണി വെയിൻ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് ചെയ്യാൻ വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ ജാനൽ പറയുന്ന ഒരു പഴയ കാലഘട്ടത്തിൽ ലുക്കിലൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. എന്നാലും പ്രതീക്ഷിക്കാം ഒരു കലഹമില്ലാത്ത നാട്ടിലൊരു കലഹം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഏത് ചിത്രം വേണ്ടിയാണ് വെയിറ്റിംഗ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ ഏതെങ്കിലും ചിത്രം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.